ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കേരള എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ 2023-24 ബാച്ചിന്റെ കോൺവൊക്കേഷനും സർട്ടിഫിക്കറ്റ് വിതരണ ചടങ്ങും നടത്തി. MK മുനീർ MLA ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. കേരള എഡ്യൂക്കേഷൻ കൗൺസിൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രീ പ്രൈമറി ആൻഡ് മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് പൂർത്തിയാക്കിയ കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ വിദ്യാർത്ഥിനികൾക്കായി കോൺവൊക്കേഷൻ കൈമാറലും സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി. ഡോക്ടർ MK മുനീർ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഈ പരീക്ഷ എന്ന് പറയുന്ന ഒന്നിലാണ് തളച്ചിടപ്പെടുന്നത്. അത് പഴയകാലത്ത് റാങ്ക് കിട്ടുക എന്നുള്ളതാണെങ്കിൽ അതിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രേഡിംഗ് ആണ്. ഇപ്പോൾ ഉള്ള പ്രശ്നം ഫുൾ A+ കിട്ടിയത്. ഫുൾ A+ കിട്ടിയിട്ടില്ലെങ്കിൽ ആ കുട്ടി ഒന്നിനും പറ്റാത്തവരായി മാറുന്നു. സമൂഹത്തിന് മുന്നിൽ നമ്മൾ ആദ്യം തന്നെ കുട്ടിയെ കാണുമ്പോൾ ചോദിക്കുന്നത് ഫുൾ A+ ആണ്. അതിലൊന്ന് A ആയിപ്പോയാൽ പിന്നെ ആ കുട്ടിയെ നമ്മൾ തന്നെ ഒരു നിലവാരമില്ലാത്ത കുട്ടിയായിട്ടാണ് ചിത്രീകരിക്കുക. ഇപ്പോൾ കോളേജ് അഡ്മിഷൻസിനും മറ്റുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിനും ഒക്കെ സ്കൂളുകളും ഇത് തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനപ്പുറം ആ കുട്ടിയുടെ മെൻ്റൽ, ഫിസിക്കൽ, ഇമോഷണൽ ആയിട്ടുള്ള വിചാരങ്ങളെ കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടത്. എല്ലാം A+ കിട്ടിയ ഒരു ഇമോഷനും ഇല്ലാത്തൊരു കുട്ടിയാണെങ്കിൽ ആ കുട്ടി സമൂഹത്തിന് എന്ത് ഗുണമാണ് ചെയ്യുക? കേരള എഡ്യൂക്കേഷൻ കൗൺസിൽ ഡയറക്ടർ K സതീശൻ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര താരങ്ങളായ RS പണിക്കർ, അനുപമ, എഴുത്തുകാരനും സൈലം ലേണിംഗ് ആപ്പ് മെന്ററുമായ ലിജീഷ് കുമാർ, സിനിമ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവും നിർമ്മാതാവും സംവിധായകനുമായ ഷാജി പട്ടിക്കര, സാംസ്കാരിക പ്രവർത്തകനും കേരള എഡ്യൂക്കേഷൻ കൗൺസിൽ രക്ഷാധികാരിയുമായ MA ജോൺസൺ, KEC ചെയർമാൻ പ്രതാപ് മൊണാലിസ, KEC അക്കാദമിക് കൗൺസിൽ ചെയർമാൻ KR രതീഷ് കുമാർ, KEC സ്റ്റേറ്റ് ലെവൽ എക്സാം കമ്മീഷൻ അംഗം PK ബൈജു തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് KEC വിദ്യാർത്ഥിനികൾ നടത്തിയ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വേങ്ങേരി വില്ലേജിലെ വിദ്യാർത്ഥി